കല്യാണം കുറേ കാലമായിട്ട് നോക്കുന്ന പരിപാടിയായിരുന്നു. ഓരോ ലീവിന് വരുമ്പോഴും കല്യാണത്തിനുള്ള ലീവുകളായിരുന്നു. പൂരങ്ങളോടും അതുപോലെ തന്നെ ആന ഇതിനോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് തന്നെ അവൻ്റെ വിവാഹം വന്നു എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തതല്ല, പക്ഷെ അങ്ങനെ ഒരു ദിവസം തന്നെ അത് കിട്ടി. അറേഞ്ചിലേക്ക് മാറിയതല്ല, അറേഞ്ചിരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയിൽ ലവ് സ്റ്റോറി ആയിട്ട് വീണ്ടും അറേഞ്ചിലേക്കാണ്. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു വിവാഹ അപ്രോച്ചായിരുന്നു. രണ്ടാമത് വീണ്ടും മാട്രിമോണിയൊക്കെ സജീവാക്കി രണ്ടാമതും ഇറങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഒരു പ്രപ്പോസൽ. ഫസ്റ്റ് മീറ്റിംഗ് വളരെ സിമ്പിൾ ഒരു മീറ്റിംഗ് ആയിരുന്നു. ജസ്റ്റ് കാണുന്നത് ഞങ്ങൾ ഒരു വേറെ വിവാഹം കഴിക്കുന്ന ആൾക്കാരുടെ ഒരു ടോപ്പിക്ക് സംസാരിക്കേണ്ട, വെറുതെ നോർമലി ടോപ്പിക് സംസാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഉണ്ട് പിരിഞ്ഞുപോയി. പിന്നെ ഫാമിലിയൊക്കെ എൻ്ററായി. പിന്നെ അങ്ങനെ റേഞ്ചിലേക്ക് മാറി. ആളുടെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ക്യാരക്ടർ പെട്ടെന്ന് പിടുത്തം കിട്ടില്ല. ആള് ലുക്ക് വൈസ് വേറൊരു ടൈപ്പാണെങ്കിലും ഇന്നർ വേറൊരു ടൈപ്പാണ്. അത്രയും ദീർഘനാള് ഒരു കാത്തിരിപ്പിൻ്റെ ശേഷമാണ് കല്യാണം വരുന്നത്. അതിൻ്റെ ഒരു കാത്തിരിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട്, ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്ന് കാണിക്കാണ്ട് നമ്മൾ കല്യാണത്തിലേക്ക് പോവാണ്. മിഴികളെ ഈ വാനിലായി ചേരുമോ എന്നോമലായി എഴുതിയോ ഈ രാവിൽ നിൻ കാർമുകിൽ മഷിയാ ഹിമസാഗരം നീയാകിലും ഒരു തീരമായി ഞാൻ ചാരയായി അറിയാതെ നീയും ചേരും. പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് മിസ് ചെയ്യണത് ഞങ്ങളുടെ വല്യേട്ടന് അതുപോലെ അച്ഛമ്മേനെയും. അവരൊരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ജിജേഷിന്റെ വിവാഹം. മുകിലെ മുകിലെ പുലരി അഴകോ ഇളനിലാ മുകിലേ മഴയെ മഴയെ നനയും അഴകെ ഇവളിലാറുയിരേ. ഹാപ്പി മാരീഡ് ലൈഫ്. കാണുന്നീ നേരം ചായങ്ങളോ തുള്ളിത്തു മഞ്ഞയുള്ളിൽ പെയ്യുന്നുണ്ട്. മെല്ലെ ചായുന്നീ വാനിൽ വർണ്ണങ്ങളോ ഈറിൻ ചിറകിൽ ഉയരേ അല്ലിച്ചേലോലും മുല്ലേ ആരാരോ നീയേ പൊൻതിങ്കളായകലേ നീ എണ്ണഞ്ചും ചിരാതിൽ കൊഞ്ചും നീളേ കണ്ടു നിന്നെ ഞാൻ. അല്ലിച്ചേലോലും മുല്ലേ ആരാരോ നീയേ പൊൻതിങ്കളായകലേ നീ എണ്ണഞ്ചും ചിരാ